ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചാലഞ്ച് 5 seconds ചാലഞ്ച് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് 3 ആൻസേഴ്സ് പറയണം വിത്തിൻ 5 seconds. പറഞ്ഞിട്ടില്ലെങ്കിൽ മുളക് അടിച്ച് കഴിക്കണം, അതാണ് ടാസ്ക്. അപ്പം നിങ്ങൾ ഈ ചാലഞ്ച് ഒരുപാട് ചാനൽസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചാനലിൽ കൂടെ കണ്ടു നോക്കൂ. സോ വീഡിയോ കണ്ടാലോ? ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനുശേഷമാണ് ടൈമർ ഓണാക്കുക. അപ്പം അതിനുള്ളിൽ പറയണം. സോ 3 സോഷ്യൽ മീഡിയ ആപ്സ്. ടൈം സ്റ്റാർട്ട്സ് നൗ. ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ്. ഓക്കെ, ഇതുപോലെ ചാലി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ എപ്പോഴും റെഡിയാ. ശരി, അപ്പൊ ചോദിക്കുന്നേ ആയിട്ടില്ല, ഇത് റീസെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ചോദിച്ചോ. എന്തായാലും ആ പച്ചമുളക് എടുത്ത് റെഡിയാക്കി വെച്ചോ. ഓക്കെ, സോ അപ്പൊ നിന്റെ ഫേവറേറ്റ് ഹീറോ ആരാ മലയാളത്തില്? ഉണ്ണിമുകുന്ദൻ ഭയങ്കര ഇഷ്ടാ. എന്നാ ഉണ്ണിമുകുന്ദന്റെ 3 സിനിമ പറ. മല്ലു സിംഗ്, മാർക്കോ, ഒരു മുறை വന്ന് പാത്തായ. ജസ്റ്റ് മിസ്സാ മോളെ. ഓക്കെ, ഒരു മുறை വന്ന് പാത്തായ അത് പാട്ടല്ലേ? അല്ല, അതൊരു ഫിലിം ഉണ്ട്. നമുക്ക് അറിയാതുകൊണ്ട് എന്തും പറയാൻ. ഓക്കെ, അയ്യോ ഇതെന്താ നോക്കുന്ന. ഓക്കെ, ഗേൾസ് ട്രൈ ചെയ്യുന്ന 3 types ഓഫ് ഹെയർ സ്റ്റൈൽസ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കെട്ടിയ മുടി, കെട്ടാത്ത മുടി, അയച്ചുവിട്ട മുടി. തെറ്റാണ്. എന്തേ? കെട്ടിയ മുടി. ഓക്കെ, കെട്ടിയ മുടി എന്ന് പറഞ്ഞാൽ എങ്ങനെ കെട്ടിയ മുടി അത് പറഞ്ഞില്ലല്ലോ. കെട്ടാതെ മുടിയും ലൂസ് ഹെയറും സെയിം അല്ലേ? ഞാൻ ലൂസ് ഹെയർ പറഞ്ഞിട്ടില്ലല്ലോ. കെട്ടിയ മുടി, കെട്ടാതെ മുടി, ലൂസ് ഹെയർ. അതിൽ കെട്ടാതെ മുടിയും ലൂസ് ഹെയറും സെയിം അല്ലേ? അപ്പൊ പച്ചമുളകല്ലേ കഴിക്കണ്ടേ? എടുക്ക്. പച്ചമുളകിന് ഇത്ര വലിയ ഡയലോഗ് ഒന്നും വേണ്ടല്ലോ. എന്തൊക്കെ പറയാ, പോണി ടെയിൽ ഉണ്ട്, മറ്റേ മുടി മടഞ്ഞിടുന്നതുണ്ട്, അത് ലൂസ് ഹെയർ പറയാം. മതി കേസ്. കാലത്ത് 7 മണിക്ക് പച്ചമുളക് കഴിക്കുന്ന ഈ ലോകത്തിലെ നമ്മൾ രണ്ടാളും മാത്രമേ ഉണ്ടാവും. രസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, ടൈമർ ആണ്. അയ്യോ, ഞാൻ ക്യാമറയിൽ നോക്കുന്നേ ഇല്ല. ഞാൻ എവിടെയോ നോക്കുക. ഇനിയിപ്പോ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ എവിടെയോ നോക്കിയിട്ട് സംസാരിക്കും. ഓക്കെ, എന്നാ മലയാളത്തിൽ വേണം, തമിഴിൽ വേണം? എന്നുവെച്ചാ മലയാളം ക്വസ്റ്റ്യൻ ആണോ? മലയാളം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വേണോ, അല്ലെങ്കിൽ തമിഴിൽ റിലേറ്റഡ്? എന്നാ മോഹൻലാലും ശോഭനയും ചേർന്ന് നടിച്ച 3 സിനിമ. നാടോടിക്കാറ്റ്, ഇപ്പം തുടരും, പിന്നെ ഇല്ല സമയം കഴിഞ്ഞെന്ന് പറഞ്ഞേ. നമ്മള് ഇങ്ങോട്ടേക്ക് ഒരു പാല ഇടുമ്പോ അത് അങ്ങോട്ടേക്കും വേണ്ടേ? എന്നാ അത് എടുത്തിട്ട് ഒരു കടി കടി. വെറുതെ പറയുന്നല്ല ഗൈസ്, നല്ല എരിവുണ്ട്. ഓക്കെ, അത് ഓക്കെ. ഫോൺ ഓപ്പൺ ആക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗേൾസ് ധരിക്കുന്ന, അപ്പൊ ഈസി ആയിരിക്കൂലേ? ഗേൾസ് വെയർ ചെയ്യുന്ന 3 type ഓഫ് ഡ്രസ്സസ്. സാരി, ചുടിദാര്, ഷോർട്ട് ക്രോപ്പ്. തെറ്റിച്ചല്ലേ പറഞ്ഞത്? ഷോർട്ട് ക്രോപ്പാ. ടീഷർട്ടില് ഷോർട്ട് ക്രോപ്പ് എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് പറഞ്ഞത്. സോ ഇത് കഴിച്ചേ പറ്റൂ. അപ്പൊ വേറെ എന്താ? ഞാൻ കണ്ടിട്ടുണ്ട് കൊറേ അതുപോലെ. അത് ക്രോപ്പ് ടോപ്പ്. ഇറ്റ്സ് നോട്ട് ഷോർട്ട് ക്രോപ്പ്. ഷോർട്ട് ടോപ്പ് എന്ന് പറയാം. അത് എവിടെയാ കണ്ടിട്ടുള്ളേ? കഴിക്കാം, പച്ചമുളക് കഴിക്കാന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള എരിവ് ഇപ്പഴാ ഇറങ്ങുന്നത്. ഓക്കെ, നെക്സ്റ്റ് യു. ഓക്കെ, എന്നാ അപ്പൊ നീ ചോദിച്ച അതേ ചോദ്യം തന്നെ ഞാൻ എന്റെ അടുത്ത് ചോദിക്കാം. ബോയ്സിന്റെ ഒന്ന് നിർത്താൻ കഴിയോടാ? ചോദ്യം ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ക്വസ്റ്റ്യൻസ്. എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് അറിയാം ഒരു വീഡിയോ തുടങ്ങാൻ വേണ്ടിട്ട്. ഞാൻ എപ്പോഴേ റെഡി ആയിരുന്നു. നിർത്തടാ. ടൈമറാണ്. അയ്യോ, ഞാൻ ക്യാമറയിൽ നോക്കുന്നേ ഇല്ല. ഞാൻ എവിടെയോ നോക്കുക. ഇനിയിപ്പോ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ എവിടെയോ നോക്കിയിട്ട് സംസാരിക്കും. ഓക്കെ, എന്നാ 3 റൊമാൻറ്റിക് തമിഴ് മൂവീസ്. മിന്നലെ, തുള്ളാതെ മനവും തുള്ളും. നാളെ
ഒരു പച്ചമുളക് കഴിച്ചിട്ട് നാളെ പറഞ്ഞാലും മതി. എനിക്കറിയാ, പെട്ടെന്ന് വന്നില്ല. അയ്യോ, വലിയ പീസ് അടിക്കണേ. ആ, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? ഓഹ്, ഇവിടെ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് എന്നാ മേടിച്ച ഗൈസ്. നല്ല പച്ചമുളക്, സീരിയസ് ആയിട്ട് പറയുന്ന അടിപൊളി പച്ചമുളക്. വെള്ളം കുടിക്കാൻ കഴിയില്ല. കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമാണ് വെള്ളം കുടിക്കണ്ടേ. സീരിയസ്ലി ഭയങ്കരമായിട്ട്. എന്ത് ചാലഞ്ച്? അപ്പൊ നേരത്തെ എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാണ്, ബട്ട് ഇൻ മലയാളം മൂവീസ്. മലയാളത്തിലെ 3 റൊമാൻറ്റിക് മൂവീസിനെ പറ്റി പറയാം. മണിച്ചിത്രത്താഴ്, പിന്നെ 2 കൺട്രീസ്. മണിച്ചിത്രത്താഴ് എങ്ങനെയാ റൊമാൻറ്റിക്? അതില് റൊമാൻസ് ഉണ്ട്. ലാലേട്ടന്റെ വക അതില് റൊമാൻസ് ഉണ്ട്. ലാലേട്ടൻ ഉണ്ടെങ്കിൽ അതിൽ റൊമാൻസ് ഉണ്ടാവും. അതിലുണ്ട്. ഹൊറർ മൂവിയാണ് മണിച്ചിത്രത്താഴ്. അതെങ്ങനെയാണ് ഇതാവുക? ഹൊറർ ഗോസ്റ്റ് സ്റ്റോറിയാണ്. സോ ഈറ്റ്. കടിച്ചിട്ടില്ലല്ലോ. വലിയ പീസ് കടിക്കണം. ഇതിന്റെ അകത്തുള്ള കുരു കളഞ്ഞിട്ട് കഴിക്കാൻ കഴിയോ? ഇല്ല, കുരുവോടെ കഴിക്കാം. ഓക്കെ, കൈ കാണിക്ക്. കൈ കഴിക്ക്. അങ്ങനെ ഞാൻ മാത്രം ഒറ്റ കഴിക്കണ്ട. ഇപ്പൊ എന്റെ ടേൺ എന്നാ നീ തന്നെ ചോദിച്ചോണ്ടിരുന്ന. ഓക്കെ, എന്നാ ഈസി ക്വസ്റ്റ്യൻ ആണ്. ലെറ്റർ എയിൽ സ്റ്റാർട്ട് ആവുന്ന 3 ബോയ്സിന്റെ നെയിം. അക്ഷയ്, അഭിലാഷ്, ആകാശ്. സത്യം പറയാണ് ഗൈസ്, ഗേൾസിന്റെ നെയിം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഇത്ര വേഗം വരില്ലായിരുന്നു. 3 ക്വസ്റ്റ്യന് ഒരു 3 സെക്കൻഡിലാണ് അവള് പറഞ്ഞത്. അത് ബോയ്സിന്റെ നെയിം ആയതുകൊണ്ട് മാത്രം. അത് എ ആയോണ്ട് നല്ല കോമൺ. എ ഇല്ല, ബോയ്സിന്റെ നെയിം ഇവളുടെ അടുത്ത് ഞാൻ സീല് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പറഞ്ഞിട്ടുണ്ടാവും. ആയിക്കോട്ടെ. ഈ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ വെച്ച് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു എനിക്ക്. അത് ബോയ്സിന്റെ നെയിം ആയതുകൊണ്ടല്ലേ. ഓക്കെ, ടൈം ഇവളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു സുഖമല്ല ഗൈസ്. പിന്നെ ഗൈസ്, ഇത് ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഞാൻ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ടൈമർ ഓൺ ആയിപ്പോയി. നമ്മള് രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് കണ്ട 3 സീരീസ്. ടൈം സ്റ്റാർട്ട്സ്. ലോക്ക് ആൻഡ് കീ, വെനസ്ഡേ, പിന്നെ വന്നിട്ട് ഷാഡോ ഹണ്ടേഴ്സ്. അത് ഇല്ലല്ല, അത് ടൈമിൽ തന്നെ പറഞ്ഞു. ലാസ്റ്റ് 1 സെക്കൻഡിൽ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഷാഡോ ഹണ്ടേഴ്സ് കണ്ടു കഴിഞ്ഞതേ ഇല്ല. ഇരുന്ന് കണ്ടതല്ലേ നമ്മൾ ഒന്നായിട്ട്. പിന്നെ നിന്നിട്ടാ ഇരുന്ന് കണ്ട സീരീസ് അത്രേ ഉള്ളൂ. കറക്റ്റ് ആണ്. അത് കറക്റ്റ്. കംപ്ലീറ്റ് ആയില്ലല്ലോ സീരീസ്. കംപ്ലീറ്റ് നീ പറഞ്ഞിട്ടില്ലല്ലോ കംപ്ലീറ്റ് ആക്കണമെന്ന്. എന്നാ ഇപ്പൊ ഞാൻ അങ്ങോട്ട് തരാം. നിക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഒന്നുമില്ല, ടൈമർ എടുക്ക്. ലെറ്റർ ബിയിൽ തുടങ്ങുന്ന 3 പെണ്ണുങ്ങളുടെ നെയിം. ബിന്ദു, ബബിത, ബീന. ബബിതയൊക്കെ പേരാണോ? എന്തോ ആക്കാൻ എന്ത് പേരാണ് അത്? ബബിത ഗൈസ്. ഓല് മമിത എന്നുള്ള പേര് വന്നിട്ട് ഓൾക്ക് അത് മാറ്റി ബബിത. ഏതെങ്കിലും കുട്ടിക്ക് ബബിത ഗൈസ്, നിങ്ങൾ അവിടെ കമന്റ് ചെയ്യും. ഏതെങ്കിലും കുട്ടി വന്നിട്ട് ബബിത എന്നുള്ള പേരിലുണ്ടോ? അത് എങ്ങനെ പേരിലുണ്ട്? ബബിത പേരുള്ള ആൾക്കാരെ വന്ന് കമന്റ് ചെയ്യും. ആൾക്ക് മലയാളം ഒന്നും വലിയ അറിയൊന്നുമില്ല. മലയാളത്തിലെ അല്ല കേരളത്തിലെ ആൾക്കാരെ പേരൊന്നും വലിയ പരിചയമില്ല. ഓൺലി തമിഴ്. അതുകൊണ്ടാണ് ബബിത എന്നുള്ള പേരൊന്നും കേൾക്കാത്തത്. ഈ ലോകത്തിലെ ബബിത എന്നൊരു പേരുണ്ടാവും എനിക്കറിയില്ല. നിന്റെ വീട്ടില് പറ. എന്റെ വീട്ടിലല്ല, എനിക്ക് അറിയുന്ന ആൾക്കാർ, ഞാനും ഇവിടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കട്ട വായിലിട്ട് വിഴുങ്ങിട്ടാണ് വന്നിരിക്കുന്നത്. എരിവ് സഹിക്കാൻ കഴിയുന്നില്ല ഗൈസ്, അതുകൊണ്ടാ. എനിക്കെന്താ അറിയില്ല, അത്ര വലുതായിട്ടൊന്നും എരിയുന്നില്ല കേട്ടാ. ഇവര് കടിച്ചിട്ടൊന്നുമില്ല. കടിച്ചിന്, പക്ഷെ വലിയ എരിവ് എനിക്കില്ല. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാ, വീഡിയോ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ടല്ലേ? എനിക്കും നല്ല ക്രിഞ്ചായിട്ടാ തോന്നുന്നേ. പക്ഷെ ഞങ്ങൾക്കിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ടേന്നോ, അല്ലെങ്കിൽ ഏത് തരം ചാലഞ്ചാ ചെയ്യണ്ടേന്നോ, എന്താ ചെയ്യണ്ടേന്ന് വലിയ ചെയ്യണ്ടേ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ. ഇത് തന്നെ ഇന്നലെ രാത്രി ഇരുന്ന് കൊറേ തപ്പി അവസാനം കണ്ടുപിടിച്ച ഒരു ചാലഞ്ചാണിത്. പഴയ ചാലഞ്ചാന്ന് തോന്നുന്നു, ഒരുപാട് ആൾക്കാരിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഞങ്ങൾ എന്താ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറയണം കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് എന്താ പറയാ, ഇഗ്നോർ ദ ഫ്ലോസ്. ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ട്, ഒബ്വിയസ്ലി ഭയങ്കര ക്രിഞ്ചായിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് എന്താ പറയാ, മഞ്ഞിച്ചിട് ഗൈസ്. പിന്നെന്താ
പിന്നെന്താ പോയിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പം നമ്മള് ഈ വീഡിയോ ഇനിയിപ്പോ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്നും കൂടെ അറിയില്ല കേട്ടോ, അതാണ് ഒരു കാര്യം അല്ലേ ഗൈസ്. എന്നാ അപ്പൊ ഇതോടെ നമ്മൾ വൈൻഡപ്പ് ആക്കുവാണ്. ബിക്കോസ് കാലത്ത് 7 മണിക്ക് പച്ചമുളകും കഴിച്ചിട്ട് വെള്ളവും തരാത്ത ഒരു ഭാര്യ ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ഇവളായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം അറിയില്ല. ബിക്കോസ് ഇത് രസമില്ലെങ്കിൽ ചിലപ്പം ചുമ്മാ ഇതിവിടെ എടുത്തു വെച്ചത് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യാൻ ചാൻസ് എനിക്ക്. ഇനി ചിലപ്പോൾ പോസ്റ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായാലും കമന്റ് ചെയ്യണം. എന്താ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന്, ഇത്തരം ചാലഞ്ചസ് ഒക്കെ നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ തന്നാൽ ഞങ്ങൾ എന്തായാലും ചെയ്യും. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇതുപോലത്തെ വീഡിയോസ് വന്നിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതപ്പോ ഞങ്ങൾ നെക്സ്റ്റ് ടൈം ഇത്ര ഒരു ക്രിഞ്ചായിട്ടില്ലാതെ നമുക്ക് കുറച്ചുകൂടെ വന്നിട്ട് നല്ല രസമായിട്ട് എടുക്കാൻ നോക്കാം. അപ്പൊ തന്നെ മനസ്സിലാവുന്നത് ഭയങ്കര ക്രിഞ്ചാണെന്ന് എടുക്കുന്ന നമുക്കേത് റീടേക്ക് സെക്കൻഡ് ടൈം കാണാൻ കഴിയുമെന്നറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടാവും അറിയില്ല. എങ്ങനെ ഞാൻ ഫുള്ള് കണ്ടത് എഡിറ്റ് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എന്റെ ഓഫീസിന് എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ട്സ്, തമിഴ് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ തമിഴിലെല്ലാം എന്താ ചെയ്യാത്തേന്ന്. അപ്പൊ തമിഴ് എനിക്ക് വലിയ തമിഴ് ഐഡിയ ഇല്ല. ബേസ് ഇവിടെ തമിഴ് நாட்டுல ஜெனிச்சு വളർന്ന ஆளாங்க. ஸோ ஒன்லி தமிழ்ல யாருன்னா பாக்குறீங்கன்னா உங்களுக்கும் வந்துட்டு இது போல வந்துட்டு எதனா ஐடியாஸ் இருக்கு, நாங்க வீடியோ பண்றதுக்கு வேற எதனா ஐடியாஸ் இருக்குன்னு நீங்க தயவு செஞ்சு கமெண்ட் பண்ணுங்க. அந்த ஐடியாஸும் நாங்க வந்துட்டு எடுத்துட்டு நெக்ஸ்ட் வீடியோல கொஞ்சம் கூட வந்துட்டு நல்ல வீடியோஸ் தரதுக்கு நாங்க ட்ரை பண்றோம். ஓகே ஓகே கைஸ், எப்பயோ சொன்ன மாதிரி லைக் பண்ணுங்க, ஷேர் பண்ணுங்க, கமெண்ட் பண்ணுங்க, அண்ட் ப்ளீஸ் சப்ஸ்கிரைப் பண்ணுங்க. தேங்க்யூ, பை.